ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തമിഴ്നാട്ടിൽ വൻ സ്വർണ്ണവേട്ട. ശ്രീപെരുമ്പത്തൂരിൽ 1425 കിലോ സ്വർണ്ണക്കട്ടികൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടികൂടി. അനീഷ് കെ ശിവദാസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഇതിൻ്റെ ഒരു കിലോ കണക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അമ്പരക്കുകയാണ്. യഥാർത്ഥത്തിൽ എത്ര കിലോ സ്വർണമാണ് പിടിച്ചത്? എന്താണ് സംഭവം? തീർച്ചയായും സ്മിത, 1425 കിലോഗ്രാം ഗോൾഡ് ബാൾസ് ആണ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയത്. ഏകദേശം 700 കോടിയോളം രൂപ വിപണിയിൽ വിറ്റുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. ശ്രീപെരുമ്പത്തൂരിലെ ജ്വല്ലറി ഗോഡൌണിലേക്കുള്ള സ്വർണമാണ് ഇതെന്നാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പറയുന്നത്. എന്നാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട മതിയായ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഈ സ്വർണം പിടികൂടി റവന്യൂ വകുപ്പിനെ ഏൽപ്പിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെ, തമിഴ്നാട്ടിലൊട്ടാകെ വലിയ പരിശോധനകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡും ആദായ നികുതി വകുപ്പ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ തരത്തിൽ വലിയൊരു വൻ സ്വർണ്ണവേട്ട തന്നെ ഉണ്ടായിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കിയതിനു ശേഷം, ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമായിരിക്കും ഈ സ്വർണം സംബന്ധിച്ച് ഉടമകൾക്ക് വിട്ടുകൊടുക്കുക അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഇന്ന് നേരത്തെ നടത്തിയ പരിശോധനയിൽ 4 കോടി, ഏകദേശം 3.82 കോടിയോളം രൂപ സമാനമായ രീതിയിൽ പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്തുടനീളം വ്യാപക പരിശോധനയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനം. ശരി, തമിഴ്നാട്ടിൽ വൻ സ്വർണ്ണവേട്ട എന്ന വാർത്തയാണ് വരുന്നത്. ശ്രീപെരുമ്പത്തൂരിൽ 1425 കിലോ സ്വർണ്ണക്കട്ടികൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടികൂടുകയായിരുന്നു. അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.